നമ്മളിപ്പോൾ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ശനിയാഴ്ച വൈകിട്ട് ജോലിയും കഴിഞ്ഞിട്ട് രാത്രി തന്നെ ട്രെയിൻ കയറി മാംഗ്ലൂർ എത്തി. മാംഗ്ലൂർ സൺഡേ വെളുപ്പിനെയാണ് എത്തിയത്. കുറച്ച് നേരത്തെ എത്തി. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരു AC വെയിറ്റിംഗ് ഹാളിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇനി 5:45 നമുക്ക് ബസ് കയറി ഒരു ട്രക്കിങ്ങിന് പോകാനുണ്ട്. മഴക്കാലത്ത് എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കർണാടകയിലെ കുതിരേമുഖ് റീജിയൻ. ഇവിടെ കുറേയധികം ട്രക്കുകളുണ്ട്. അതിൽ തന്നെ 2 ട്രക്കുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു യാത്ര. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്ന ഒരു ട്രക്കിംഗ് പൊതുവേ എല്ലാവരും തലേന്ന് പോയി സ്റ്റേ എടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സെയിം ഡേ തന്നെ, അതായത് ട്രക്കിംഗ് ഡേ തന്നെ രാവിലെ ബസ് കയറി അവിടെ എത്തി പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ട്രക്ക് ചെയ്ത് മടങ്ങി വരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻലി പോകുന്നത്. ഈ ഒരു യാത്രയിൽ 2 ഓഫ് ബീറ്റായ ട്രക്കുകളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്ത ഗംഗടികൾ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണാം. 5:45 നമുക്ക് പോകാനുള്ള ബസ് മാംഗ്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുക. ഞാൻ 5 മണിയായപ്പോൾ തന്നെ ഇവിടെ എത്തിയായിരുന്നു. 5:45 നമ്മുടെ ബസ് വരും. ഇത് 6 മണിക്ക് ഷാർപ്പ് ഇവിടുന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബസ്സിന് കയറി നമുക്ക് കുതിരേമുഖാണ് ഇറങ്ങേണ്ടത്. കുതിരേമുഖ് എന്ന് പറയുന്നത് ചെറിയൊരു ജംഗ്ഷനാണ്. അവിടെ തന്നെയാണ് നമുക്ക് ഈ ട്രക്കിങ്ങിൻ്റെ ടിക്കറ്റ് കൺഫേം ചെയ്യാനുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉള്ളത്. അപ്പം അവിടെ നമുക്ക് 10 മണിക്ക് മുമ്പ് എത്തണം. അതാണ് ഈ ഒരു യാത്രയിലെ ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പോൾ ഈ ഒരു ബസ് ഏകദേശം ഒരു 9:30 9:45 അവിടെ എത്തുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി കൂടെയാണ് നമ്മൾ ഈ ഒരു ബസ്സിന് തന്നെ പോകുന്നത്. ഈ ഒരു ബസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ട്രക്കിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് 9:30 ആകുമ്പോൾ എത്തി അതിന് മുമ്പ് 10 മണിക്ക് മുമ്പ് അവിടുത്തെ ട്രക്കിംഗ് ഓഫീസിലെ പ്രൊസീജിയേഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ട്രക്കിംഗ് ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ്റിൻ്റെ തന്നെ ആരണ്യവിഹാര എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ഗംഗടികൾ ട്രക്ക് ബുക്ക് ചെയ്യാം. 475 രൂപയാണ് ഒരാൾക്ക് ഫീ വരുന്നത്. മാംഗ്ലൂരിൽ നിന്ന് കുതിരേമുഖ് വരെ ഏകദേശം 100 കിലോമീറ്റർ അടുത്തുണ്ട്. ബസ് ഏകദേശം ഒരു 3.5 മണിക്കൂറാണ് എടുക്കുക. അപ്പോൾ 6 മണിക്ക് എടുക്കുന്ന ബസ് 9:30 ആയപ്പോൾ തന്നെ ഷാർപ്പ് കുതിരേമുഖിൽ എത്തിയിരുന്നു. അപ്പോൾ കുതിരേമുഖ് ഈ ഒരു ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 50 മീറ്റർ മുമ്പോട്ട് നടക്കുമ്പോൾ തന്നെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് നമുക്ക് കാണാം. ഞായറാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാരെ കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടിയില്ല. എനിക്ക് കുറച്ച് മലയാളികളെ തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ക്ലബ് ചെയ്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾക്കൊരു ഗൈഡിനെയും കിട്ടി. ഗൈഡ് ഫീ വരുന്നത് 1000 രൂപയാണ്. 10 പേർക്ക് വരെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ എന്നെയും ചേർത്ത് 6 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 1000 രൂപ ഞങ്ങൾ 6 പേര് ഷെയർ ചെയ്തു. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും റേറ്റ് കുറച്ച് അടച്ചാൽ മതിയാവും. അങ്ങനെ 10 മണിക്ക് മുമ്പായിട്ട് തന്നെ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിൻറ്റിലോട്ട് നമുക്ക് വീണ്ടും ബസ് കയറി പോകണം. അപ്പോൾ നമ്മൾ വേറെ ആൾക്കാരൊക്കെ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അവരുടെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ ഇടയുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. നമ്മുടെ കൂടെ ജോയിൻ ആയ ഒരു ടീമിൻ്റെ വണ്ടിയിൽ സ്പേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനും ഗൈഡും ഇവിടുന്ന് ബസ് കയറിയാണ് ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിൻറ്റിലോട്ട് പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം അരമണിക്കൂർ അടുത്ത് യാത്രയുണ്ട്. ഏകദേശം 12 കിലോമീറ്ററാണ് ഗംഗടികൾ ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിൻറ്റ് വരെയുള്ള ദൂരം. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതായത് മാംഗ്ലൂർ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പം ആ ഒരു ബസ് വരുന്നത് ഇനി 10:15 10:20 ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് സമയമുണ്ട്. അപ്പം പെട്ടെന്ന് പോയി ഒരു ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ പാക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. അവിടെ അടുത്തായിട്ട് ഒരു ക്യാൻറ്റീനും ഒരു ചായക്കടയുണ്ട്. ഗംഗടികൾ ട്രക്കിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കുറിഞ്ചാൽ ട്രക്കിങ്ങും വരുന്നത്. അതിനും ഈ ഒരു സെയിം പ്രൊസീജിയറാണ്. നിങ്ങൾ ഗംഗടികൾ ചെയ്യാനാണെങ്കിലും കുറിഞ്ചാൽ ചെയ്യാനാണെങ്കിലും കുതിരേമുഖ് ഫോറസ്റ്റ് ഓഫീസിൽ രാവിലെ എത്തി ഈ ഒരു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഗൈഡിനെയും കൂട്ടി വേണം ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിൻറ്റിലോട്ട് പോകാൻ. കുറിഞ്ചാൽ ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിൻറ്റിലേക്ക് ഇവിടുന്ന് 15 മിനിറ്റാണ് ബസ്സിൽ യാത്രയുള്ളത്. കുറച്ചും കൂടി അടുത്താണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് ഗംഗടികൾ ട്രക്കാണെങ്കിൽ നമ്മുടെ ചാനലിൽ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ കുറിഞ്ചാൽ ട്രക്കിങ്ങിൻ്റെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊത്തം യാത്രയുടെ പിക്ചർ കിട്ടും. അതേതാ പീക്ക് പേരുണ്ടോ അതിന്? അങ്ങോട്ട് ഇപ്പോൾ ട്രക്കിംഗ് ഇല്ല അല്ലേ? കുതിരേമുഖ് അയൺ ഓർ കമ്പനി ലിമിറ്റഡ് അഥവാ KIOCL എന്ന് പറയുന്ന ഒരു മൈനിങ് കമ്പനി പണ്ട് കുതിരേമുഖിലുണ്ടായിരുന്നു. ഇവിടുന്ന് അയൺ ഓർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് മാംഗ്ലൂർ റോഡൊക്കെ കൊണ്ടുപോകുന്ന ഒരു കമ്പനിയായിരുന്നു. ഇപ്പം അത് ആക്റ്റീവ് അല്ല. അപ്പോൾ അവരുടെ കോട്ടേജസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പം പകുതി ഉപേക്ഷിക്കപ്പെട്ട നിലയിലൊക്കെയാണ്. അതുകൊണ്ട് അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കുതിരേമുഖ് എന്ന് പറയുന്നത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുതിരേമുഖ് പീക്ക് ട്രക്കിങ്, നേത്രാവതി ട്രക്കിങ് എല്ലാം ഈ ഒരു റീജിയനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബസ് കറക്റ്റ് 10:20 ആയപ്പോൾ തന്നെ എത്തിയായിരുന്നു. അപ്പോൾ ഞാനും ഗൈഡും കൂടെ അത് കയറി ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിൻറ്റിലോട്ട് പോവുകയാണ്.
നമ്മളൊരു 10:50 ആയപ്പം ട്രെക്കിങ്ങിൻ്റെ ബേസ് പോയിന്റിലെത്തി. ഇവിടെ ഈ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്വന്തം വണ്ടി കൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്താനൊക്കെ എളുപ്പമുണ്ട്. ഇവിടെ പാർക്കിങ്ങും അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് തുടക്കം ചെറിയൊരു ചെക്കിങ് കൂടെ ഉണ്ട്. അതായത് നമ്മുടെ പ്ലാസ്റ്റിക് ഇവിടെ ഒട്ടും അലൗഡ് അല്ല. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് സ്ക്രീനിങ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ. നമുക്ക് കുതിരമുഖ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള സംസയ വില്ലേജിലും ജിയോയ്ക്കും BSNLിലും റേഞ്ച് ഉണ്ട്. നമ്മൾ ഈ ട്രെക്ക് ചെയ്യുമ്പോഴൊന്നും അധിക സമയം റേഞ്ച് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നല്ലൊരു റിമോട്ട് ഏരിയ ആണ് ഇവിടെയൊക്കെ. അതുകൊണ്ട് നിങ്ങൾ പവർ ബാങ്ക് ഒക്കെ കരുതുക. എപ്പോഴും ചാർജ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. നമ്മൾ ഷാർപ്പ് 11 മണിയായപ്പോൾ തന്നെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. തുടക്കം ഒരു 500 മീറ്റർ ചെറിയൊരു ഫോറസ്റ്റ് സ്ട്രെച്ച് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രാസ് ലാൻഡ്സിലോട്ട് തന്നെ കയറുവാണ്. ഇതൊത്തിരി ഹാർഡ് ട്രെക്കിംഗ് ഒന്നുമല്ല, ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ട്രെക്കിംഗ് ആണ്. 4 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ദൂരം വരുന്നത്. അതിൽ തന്നെ ഒരു 3 കിലോമീറ്റർ സ്റ്റീപ്പായിട്ട് കുറച്ച് ക്ലൈംബ് ചെയ്യാനുണ്ട്. ഏറ്റവും മുകളിൽ ചെല്ലുമ്പം നമുക്ക് ലക്കിയ ഡാം റിസർവോയറിൻ്റെ മനോഹരമായ കാഴ്ചകളും കിട്ടും. പക്ഷേ ഇപ്പം മൺസൂണിൽ നമുക്ക് ആ വ്യൂ കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. കാരണം നല്ല മഴയൊക്കെയുള്ള അപ്പോൾ ഫുള്ള് കോടയാണ്. അപ്പം മെയിനായിട്ട് ആ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനാണ് ഈ ഒരു സീസണിൽ എല്ലാവരും ഇവിടെ വരുന്നത്. മുകളിൽ നിന്നുള്ള ഡാം വ്യൂ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മഴ കുറച്ചും കൂടെ മാറിയിട്ട് ഒരു സെപ്റ്റംബർ ടൈമിലൊക്കെ വരേണ്ടി വരും. ഇവിടുന്ന് ഇനി മൊത്തം കയറ്റമാണ്. നമ്മുടെ നേരെ കാണുന്നത് പീക്കിൻ്റെ ടോപ്പല്ല, അതിൻ്റെ മുകളിലോട്ട് ഇനിയും മലകളുണ്ട്. അത് മൊത്തം കോട ഇറങ്ങി മൊത്തം മൂടി കിടക്കുകയാണ്. ഇവിടെ ഓരോ പോയിന്റിലും ഡയറക്ഷൻ ബോർഡ്സ് ഉണ്ട്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് ഗെയിൻ എല്ലാം ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ സ്റ്റീപ്പായി തുടങ്ങി നമ്മുടെ യാത്ര. ഗൈഡ് ഉടനീളം നമ്മുടെ കൂടെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെക്കിന് ഗൈഡിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര റിസ്കി ട്രെയിലൊന്നും അല്ല. പക്ഷേ കർണാടകയിൽ ഇപ്പം എല്ലാ ട്രെക്കിലും തന്നെ ഗൈഡ് അവർ നിർബന്ധമാക്കിയിട്ടുണ്ട്. വഴിതെറ്റി കാടിനകത്തൊക്കെ പെട്ടുപോയി അങ്ങനെ കുറേ അധികം ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടും, അതുപോലെ തന്നെ ചില ട്രക്കിൽ ആനിമൽ അറ്റാക്സ് ഒക്കെ ഉണ്ടായെന്നൊക്കെയാണ് ന്യൂസിൽ കണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ ഈ ഗൈഡിനെ എല്ലാ ട്രക്കിലും തന്നെ കമ്പൾസറി ആക്കി. നല്ല കോടയും ചാറ്റമഴയും എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു ക്ലൈമറ്റ് അല്ലേ. ഒരു 1.5 മാസം മുമ്പ് വരെ നമ്മൾ ചൂട് കൊണ്ടിട്ട് സഹിച്ചിട്ടിരിക്കുമായിരുന്നു. ഇങ്ങനൊരു ക്ലൈമറ്റിന് വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിച്ചത്. മഴയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും വരുന്നൊരു സ്പോട്ടും കൂടെയാണ് ഈ ഒരു കുതിരമുക്ക് റീജിയൺ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന നേത്രാവതിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇൻസ്റ്റാഗ്രാം റീലിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ട്രക്കുകൾ അൺഎക്സ്പ്ലോർഡ് ആണ്. ഗംഗടികൾ, കുറിഞ്ചാൽ, അതുപോലെ തന്നെ മെയിൻ കുതിരമുക്ക് പീക്ക് പോലും ഇപ്പോഴും പല ആൾക്കാരും പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ഓഫ് ബീറ്റ് ആയിട്ടുള്ള ട്രക്കിംഗ് ഒക്കെ നോക്കുന്നതെങ്കിൽ ഈ ഒരു ട്രക്കിങ്, അതുപോലെ തന്നെ കുറിഞ്ചാൽ ട്രക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇത് പീക്ക് സീസൺ ആയതുകൊണ്ടും ഞാൻ ഈ ട്രക്കിംഗ് ചെയ്യുന്നത് വീക്കെൻഡ് ആയതുകൊണ്ടുമാണ് കുറച്ചധികം ക്രൗഡുള്ളത്. പക്ഷേ ക്രൗഡ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് അങ്ങനെ വലിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിക്കൊന്നുമില്ല. നമ്മൾ കയറി പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കണം. കാരണം കോട മാറുമ്പം കുറച്ച് ദൂരത്തായിട്ടൊക്കെ നമുക്ക് കുതിരമുഖ് റീജിയനൊക്കെ വിസിബിൾ ആവും. ആ ഒരു ഗ്രാസ് ലാൻഡ്സിൻ്റെ ഒക്കെ ദൂരെ നിന്നുള്ള കാഴ്ചകൾ ഭയങ്കരധികം ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ അവസാനം എത്താറാകുമ്പോൾ ട്രെക്കിംഗ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഹാർഡാവും. അതായത് ലാസ്റ്റ് കയറ്റം കുറച്ചധികം സ്റ്റീപ്പാണ്. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ട്രെക്കിംഗ് ഏകദേശം 11 മണിക്ക് തുടങ്ങിയതാണ്. 12:45 ആയപ്പോൾ ഞാൻ ടോപ്പ് എത്തിയിരുന്നു. അതിൽ തന്നെ ഞാൻ ഇടയ്ക്ക് കുറേ നേരം ഫോട്ടോയും വീഡിയോ എടുക്കാനൊക്കെ കുറേ സ്ഥലത്ത് നിന്നിരുന്നു. എന്നിട്ടും 2 മണിക്കൂറേ താഴെ എടുത്തുള്ളൂ. അപ്പം ആ ഒരു സമയം തന്നെ മതിയായിരിക്കും നിങ്ങൾക്ക് ഈ ട്രക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. നിങ്ങൾ സ്ലോ ആയിട്ട് കയറിയാൽ പോലും 2 to 2.5 hours മാക്സിമം മതിയാവും.
മുകളിൽ നല്ല കോടയാണ്. ഇവിടെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ വന്ന സൈഡിലോട്ടുള്ള വ്യൂ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡാമിൻ്റെ വ്യൂ വരുന്നത്. അവിടെ മൊത്തം കോട മൂടിയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ കുറേ നേരം ഒരു അരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറേ പേരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ഞാനെന്നാലും കുറച്ചെങ്കിലും ഒന്ന് കാണാൻ പറ്റുമെന്നുള്ള രീതിക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ രക്ഷയുണ്ടായില്ല. കോടയില്ലാത്തപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഇതാണ്. റിസർവോയറും അതിന് ചുറ്റുമുള്ള മലകളും. ഈ ഒരു വ്യൂവിന് നാഗാലാൻഡിലെ ഡിസോക്കു വാലിയോനോട് സാമ്യമുണ്ട്. അതുകൊണ്ട് കർണാടകയിലെ ഡിസോക്കു വാലി എന്നാണ് ഇതിനെ എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് മഴയൊക്കെ മാറിയിട്ട് ഒന്നും കൂടെ ഈ ഒരു ട്രക്കിങ്ങിന് കൂട്ടുകാരെയൊക്കെ കൂട്ടി വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വ്യൂ കിട്ടാൻ കുറേ നേരം നോക്കി നിന്ന് ലാസ്റ്റ് ഞാൻ തിരിച്ചിറങ്ങി. വ്യൂ കിട്ടിയില്ലായിരുന്നു. 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ തിരിച്ച് താഴെ എത്തി കേട്ടോ. 2 മണിക്കൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ 1 മണിക്കൂറേ എടുത്തുള്ളൂ താഴെ എത്താൻ വേണ്ടി. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് ബസ്സിൻ്റെ ടൈമിംഗ് ഒന്നും അറിയാത്തതുകൊണ്ടാണ് താഴോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ റിട്ടേൺ മാംഗ്ലൂർക്ക് പോവുകയല്ല. നിങ്ങൾ മാംഗ്ലൂർക്ക് റിട്ടേൺ അന്ന് തന്നെ പോകാനാണെങ്കിൽ 3:30ക്കാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള സംസെ വില്ലേജിൽ ബസ് എത്തുന്നത്. അപ്പം ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 4:15 4:30 റേഞ്ചൊക്കെ ആവും. അപ്പോൾ നിങ്ങൾ ട്രക്കിംഗ് ഒരു 3:45 4 മണിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് താഴെ എത്തുന്ന രീതിക്ക് പ്ലാൻ ചെയ്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ രാത്രിയിലത്തേക്ക് നിങ്ങൾക്ക് മാംഗ്ലൂർ എത്താൻ സാധിക്കും. ഒരു 7:30 ആകുമ്പോഴേക്കും. അടുത്ത ദിവസം അതായത് തിങ്കളാഴ്ച കുറിഞ്ചാൽ ട്രക്ക് കൂടെ ചെയ്യാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ സംസെ വില്ലേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സംസെ വില്ലേജാണ് നേത്രാവതിയും കുതിരമുഖ് ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ബേസ് വില്ലേജ് ആയിട്ട് വരുന്നത്. ഗംഗടികൾ ട്രക്ക് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് പിന്നെയും 1 മണിക്കൂർ, അതായത് നമ്മുടെ കുതിരമുഖ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഒക്കെ ഡയറക്ഷനിൽ പോകണം. ഇവിടുന്ന് കുതിരമുഖ് വരെ ഒരു അരമണിക്കൂർ, കുതിരമുഖിൽ നിന്ന് വീണ്ടും ഒരു അരമണിക്കൂർ സംസയിലോട്ടുണ്ട്. അപ്പോൾ സംസയും ഒരു റിമോട്ട് ഏരിയ ആണ്. അങ്ങോട്ടും ബസ്സുകൾ കുറവാണ്. മാംഗ്ലൂരിൽ നിന്ന് ഉച്ചയ്ക്കൊക്കെ എടുക്കുന്ന ബസ് ഏകദേശം ഒരു 4:30 റേഞ്ചൊക്കെ ആകുമ്പോൾ ഈ ഒരു ഗംഗടികളുടെ ബേസ് പോയിൻറ്റിലെത്തും. അവിടെ നിങ്ങൾക്ക് അത് കയറി സംസയിലോട്ട് പോകാം. അവിടെ ഒത്തിരി ബഡ്ജറ്റ് സ്റ്റേസൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ സംസയിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം പോയി കുറിഞ്ചാൽ ട്രക്കൊക്കെ ചെയ്തു. നമ്മൾ ഗംഗടികൾ ചെയ്ത പോലെ തന്നെ കുതിരമുഖ് ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മുടെ ടിക്കറ്റൊക്കെ കാണിച്ച് ഗൈഡിനെ കണ്ടുപിടിച്ച് സെയിം പ്രോസസ്സ് തന്നെയാണ്. ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിൻറ്റ് ഡിഫറൻ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ കുറിഞ്ചാൽ ട്രക്കിങ്ങിൻ്റെ വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറേ അധികം ട്രക്കിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അടുത്തൊരു ട്രക്കിങ്ങിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.